അപ്പം കണ്ണീരുണങ്ങിയ നീർച്ചാലെന്ന് പറയാനുള്ള കാരണം അറിയാം. ആ ബംഗ്ലാവിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ എവിടെ നോക്കിയാലും മേശപ്പുറവും തറയിലും ജനലുകളിലും ഒക്കെ നോക്കുമ്പോൾ അവളുടെ മുഖം വളരെ നല്ല രീതിയിൽ കാണാൻ കഴിയും. അപ്പോഴാണ് അവളുടെ മുഖം ഒന്ന് യഥാർത്ഥത്തിൽ അക്കമ്മ കാണുന്നതെന്നാണ് ഇവിടെ ലേഖകൻ അല്ലെങ്കിൽ കഥാകാരി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്കമ്മ ആ വീട്ടിലേക്ക്, ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ പറമ്പ് കാണുന്നുണ്ട്. പറമ്പിലേക്ക് നോക്കിയപ്പം ഒരു പന്തലിട്ടതുപോലെ തെങ്ങിൻ തോപ്പ് കാണുന്നുണ്ട്. അവളുടെ നോട്ടം പെട്ടെന്ന് അവിടേക്കായിരുന്നു. അതിനുശേഷം എന്താണ്, ആ വീട്ടമ്മയുണ്ട്, സംഗീത ഉണ്ട്, അനുജനുണ്ട്. അവരൊക്കെയും ഈ അക്കമ്മയായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ അക്കമ്മ വന്ന് കുളിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അവളുടെ പോകുന്ന വഴിയിൽ അവൾ ആ തെങ്ങിൻ തോപ്പ് കാണുകയും ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ അനാഥമായി, അതായത് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അനാഥമായി കിടക്കുന്നു. എന്താണ് അനാഥമായി കിടക്കുന്നത്? പരീക്ഷ ചോദിക്കാം. തേങ്ങകളാണ്. അതായത് തെങ്ങ് കൃഷിയുണ്ട്, തെങ്ങിൻ തോപ്പുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന തേങ്ങകളെ ഇവിടെ അനാഥമായി ആർക്കും വേണ്ട. അവിടെയാണ് പ്രസക്തമായ ഒരു ഭാഗമാണ്. ആ തേങ്ങ പെറുക്കാൻ പോലും പോയി പിറക്കി കൊണ്ടുവരാൻ പോലും ഒരാൾ പോലും തയ്യാറാകുന്നില്ല. സംഗീത തയ്യാറാകുന്നില്ല, വീട്ടമ്മ തയ്യാറാകുന്നില്ല, അനുജൻ തയ്യാറാകുന്നില്ല, ഇല്ലേ? അപ്പം തീർച്ചയായിട്ടും അത് വല്ലാതെ നമ്മുടെ അക്കമ്മയ്ക്ക് അതൊരു വിഷമവും. പിന്നീട് അക്കമ്മ അത് തേങ്ങ പെറുക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് പത്തായത്തിൽ കൊണ്ട് ഇടുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു കഥാസന്ദർഭം നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, അതായത് ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലും ചെല്ലുമ്പോൾ കഥാകാരിയോടെ പറയുന്നുണ്ട്, ഇല്ലേ? ആ തെങ്ങുകളൊക്കെയും മന്ത്രിക്കുന്നത് പോലെയാണ്. ആരോടാണ്? അക്കമ്മയോടാണ്, ഇല്ലേ? കാരണം എന്താണെന്നറിയാമോ? ഇതുവരെ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരാൾ പോലും ചെല്ലാറില്ല. അതുകൊണ്ടാണല്ലോ അനാഥമായി ആര് കിടക്കുന്നത്? തേങ്ങ അനാഥമായി ആർക്കും വേണ്ടാതെ അവിടെ കിടക്കുന്നത്. അവിടെ അക്കമ്മ ചെല്ലുമ്പോൾ അത് സാങ്കല്പികമായിട്ട് കഥാകാരി ഇവിടെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഒരു ചോദ്യകർത്താവ് എന്ന നിലയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് സംഭാഷണം. തീർച്ചയായിട്ടും ഒരു സംഭാഷണം ഇവിടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് അക്കമ്മയും തെങ്ങും തമ്മിൽ നടത്താൻ ഇടയുള്ള സംഭാഷണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂട്ടുകാരൊക്കെയും അത് സങ്കല്പിച്ച് എഴുതേണ്ടതാണ്. അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടണം? അത് എഴുതണം. എഴുതില്ല കൂട്ടുകാരെ? എല്ലാവരും എഴുതണം കേട്ടോ. അതേപോലെ തന്നെ കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അക്കമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും അത് എഴുതുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കഥാസന്ദർഭങ്ങളാണ്, നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് പി വത്സല ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടുള്ളത് വേഗമുറങ്ങൂ എന്ന് പറയുന്ന കവിത ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു താരാട്ട് പാട്ടാണ്. സച്ചിദാനന്ദൻ്റെ മനോഹരമായൊരു കവിതയാണ്. ലോകം ഉറങ്ങുമ്പോൾ, ലോകമെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്, അല്ലേ? കടലുണ്ട്, സമുദ്രങ്ങളുണ്ട്, കാടുണ്ട്, അല്ലേ? എല്ലാവരും ഇവിടെ വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഇവരെല്ലാം ഉറങ്ങി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് താരാട്ട് പാട്ടുപാടി ഉറക്കുന്നതും, അല്ലേ? ചോറ് കൊടുക്കുന്നതും, എല്ലാവരും ഉറങ്ങി നീ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദർഭം വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ, അമ്പിളി പൊൻതിടമ്പേന്തും കരിങ്കൊമ്പനായി രാത്രി. അപ്പം രാത്രിയുടെ വരവിനെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അതെല്ലാവരും എഴുതണം. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ടീച്ചർമാർ മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മാനും മുയലും ഉറങ്ങി, കാടും മാറും കടലും അടങ്ങി, പായലിൽ മീൻ മിഴി പൂട്ടി,
നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ, പക്ഷിയും പാട്ടുമടങ്ങി കൂട്ടിൽ, അക്ഷരം ഏട്ടിൽ മയങ്ങി. നമുക്കറിയാം, ഉറങ്ങുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും ഉറങ്ങി, പ്രപഞ്ചമാകെ ഉറങ്ങി. അതിനെ ഉറങ്ങി എന്ന് ആ കുഞ്ഞിനോട് പറയാൻ വേണ്ടി കഥാകാരി ഇവിടെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കവയിത്രി ഇവിടെ ഉപയോഗിക്കുന്നതാണ് എന്ത്, നമ്മുടെ കവിതയ്ക്കത് പറയുന്നത്, മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി, പായലിൽ മീൻ മിഴി പൂട്ടി എന്നൊക്കെ ഇവിടെ പറയുന്ന സന്ദർഭങ്ങൾ ആ കുട്ടിയോട് പറയുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരും അത് എഴുതും എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ ഒരു കവിതയാണ്. രാത്രിയുടെ വരവിനെ കവി എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. രാത്രിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്ന പരീക്ഷയിൽ ചോദിക്കാം. മകളുടെ ഉറക്കത്തിന് അമ്മയായ പ്രകൃതി ഒരുക്കുന്നത് എന്തെല്ലാം എന്ന പരീക്ഷയിൽ ചോദിക്കാം. അതൊക്കെ എന്താണ്, നല്ല മനോഹരമായി എല്ലാവരും എഴുതും. അപ്പം കേരള പാഠാവലി വളരെ സിമ്പിളായിരുന്നു. അതേപോലെ അടിസ്ഥാന പാഠാവലി വളരെ സിമ്പിളായി ആസ്വാദികരമാകുന്ന രീതിയിൽ എല്ലാവരും എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവചരിത്ര കുറിപ്പ് വല്ലതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണെങ്കിൽ നിങ്ങൾ അതും കൂടെ നോക്കി മനസ്സിലാക്കി വെച്ചേക്കണം. കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ, പി വത്സല, സച്ചിദാനന്ദൻ, ഇവരുടെ ഒക്കെ. പിന്നെ പര്യായ പദങ്ങളും സമാന പദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഈ കവിതയിൽ നിന്നൊക്കെ ഉള്ള സമാന പദങ്ങളൊക്കെയും പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതണം. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മനോഹരമായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ് ഇങ്ങനൊരു ക്ലാസ് നമ്മുടെ സ്റ്റാർ മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്കായി, കുട്ടികൾക്കായി അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, തുടർന്ന് പരമാവധി എല്ലാ സബ്ജക്റ്റുകളും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന രക്ഷകർത്താക്കൾ, മുതിർന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്നതിലേക്ക് മാറണം. ഒപ്പം തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെയും ഉണ്ടാകും. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കി കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാം. പുതിയ അധ്യാപകർ, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധ്യാപകരൊക്കെയും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. അതിനുവേണ്ടി എല്ലാവർക്കും നല്ല ഒരു സുദിനം അഡ്വാൻസായി ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പോയി പരീക്ഷ എഴുതണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.